ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണം, മിസൈൽ ആക്രമണം അവിടെ ലക്ഷ്യം കണ്ടത് വാർത്തകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് തന്നെയാണ്. അത് കൃത്യമായിട്ട് ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ ഈ തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയൊരു വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ കരയുദ്ധവും നടത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവിടെ ഹമാസിനെ കീഴടക്കാനോ അല്ലെങ്കിൽ ഹമാസിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ബന്ദികളെ ഇവിടെ കണ്ടെത്തിക്കൊണ്ട് ഓപ്പറേഷനിലൂടെ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല. യുദ്ധം അനന്തമായി നീളുന്നു. ഒരു വർഷത്തോടടുക്കുന്ന സാഹചര്യത്തിൽ ഒരു വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ യുദ്ധത്തെ ലെബനനിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അഥവാ അവരുടെ ബന്ദികളെ അവരെ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ സായുധ പോരാട്ട വിഭാഗമാണ് ഹിസ്ബുള്ള എന്ന കാര്യം ഇസ്രായേൽ അവിടെ മറന്നിരുന്നു. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള മുൻകാല യുദ്ധങ്ങളിൽ ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി, മറ്റുള്ള സംഘങ്ങളിൽ നിന്നും വിഭിന്നമായി ഹിസ്ബുള്ളക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഹിസ്ബുള്ളക്ക് ഒരുപാട് യുദ്ധം ചെയ്തുള്ള പരിചയമുണ്ടായിരുന്നു. അത് ഇറാഖിലായാലും സിറിയയിലായാലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലായാലും ഇത്തരത്തിൽ എല്ലാ സാഹചര്യത്തിലും എല്ലാ വിഭാഗത്തിലുമുള്ള യുദ്ധം ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇത് ഇസ്രായേൽ മറന്ന കാര്യമായിരുന്നു. എന്നാൽ 2006 ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ള ഒരു സായുധ വിഭാഗമാണ്, മിലീഷ്യ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്നുള്ള കാര്യമാണ് ഇസ്രായേൽ മറന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹമാസിന്റെ കയ്യിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിന് കഴിയാതെ വരുമ്പോൾ അതിനിടയിൽ കൊണ്ടുപോയി ലെബനനിൽ യുദ്ധം തുടങ്ങുകയാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ ഓരോ ദിവസവും ഇസ്രായേലിന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസം ടെൽ അവീവിലൊക്കെ ഉണ്ടായ ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണമൊക്കെ. അത് മറ്റുള്ള സൈനിക വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഹമാസിൽ നിന്നും ഹിസ്ബുള്ളയെ വ്യത്യസ്തമാക്കുന്നത് ഹിസ്ബുള്ളക്ക് അതിന്റെ നെറ്റ്വർക്കും അതോടൊപ്പം തന്നെ അവർ സ്വീകരിക്കുന്ന യുദ്ധതന്ത്രങ്ങളും അവർ ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടുള്ള പരിചയമാണ്. മിഡിൽ ഈസ്റ്റിലെ വിവിധ പ്രദേശങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുള്ള പരിചയമാണ് ഹിസ്ബുള്ളയെ ഇത്തരത്തിൽ വലിയ സംഘമാക്കി മാറ്റുന്നത്. അവരുടെ പ്രധാനപ്പെട്ട നേതാവായ ഹസൻ നസ്രുള്ളയെയും അതോടൊപ്പം തന്നെ ദൈഫിനെയും ഇങ്ങനെ പല രീതിയിലുള്ള നേതാക്കളെയൊക്കെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് ഈ ഒരു വർഷം കൊണ്ട് അതിനിടയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ടെൽ അവീവിലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയിലേക്കും ഒക്കെ ആക്രമണം നടത്താനുള്ള ശക്തി തന്നെയായി ഹിസ്ബുള്ള നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്രായേലിന്റെ വലിയൊരു മണ്ടത്തരമായിരുന്നു ലെബനനിലേക്കുള്ള ഈ അധിനിവേശം എന്നുള്ളത്. ഇത്രയും ദിവസമായിട്ട് ലെബനനിലെ ഒരു പ്രദേശം പോലും ഇസ്രായേലിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. അതിനിടയിൽ ഇസ്രായേലിൽ വലിയ ആഭ്യന്തര കുഴപ്പമുണ്ടാകുന്നുണ്ട്. വലിയ രീതിയിൽ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള പ്രതിഷേധം ഓരോ ദിവസവും നടക്കുന്നുണ്ട്. മന്ത്രിമാർക്കിടയിൽ തന്നെ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇസ്രായേലി സൈനികർക്കിടയിൽ നടന്ന പ്രശ്നങ്ങളാണ്. അതായത് ഇവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഗസയിലോ ലെബനനിലോ യുദ്ധത്തിന് പോയ സൈനികർ ഒന്നെങ്കിൽ വലിയ രീതിയിൽ അവരുടെ മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേൽക്കലുകൾ സംഭവിക്കുന്നു. എന്നാൽ ഇവിടങ്ങളിൽ യുദ്ധത്തിനിടയിൽ ലീവിന് പോയിട്ട് തിരിച്ചു പോകുന്ന സൈനികർ തിരിച്ച് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നുള്ള സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഈ യുദ്ധങ്ങൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപന രീതി അവർ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കി തരുന്നു എന്നുള്ളത്. എന്നാൽ ഹിസ്ബുള്ളയെ നേരിട്ടുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ലെബനിൽ നിന്നും ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാതെ ഇത് തീർക്കാൻ ഇസ്രായേലിന് കഴിയില്ല. കാരണം വീണ്ടും ഹിസ്ബുള്ളയുടെ അടുത്തു നിന്നും ഒരു പരാജയമാണ് ഇസ്രായേലിന് ഉണ്ടാവുന്നതെങ്കിൽ അവർ ഒരു വടക്കൻ മേഖലയെ കേന്ദ്രീകരിച്ച് വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റ് കോളനികൾ പൂർണ്ണമായിട്ടും ഹിസ്ബുള്ള കീഴടക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യമുണ്ട്. അവിടങ്ങളിലുള്ള സെറ്റിൽമെന്റ് കോളനികളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചതിന് ശേഷം അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയാണ് ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറായത്. എന്നാൽ ഇപ്പോൾ ഇതുവരെയും ഇത്രയും നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ളക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിക്കേൽപ്പിക്കലുകൾ നടത്താൻ
ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളെയും അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഈ ഒരു ലെബനനിൽ ഇതിനു മുമ്പ് ഹിസ്ബുള്ളയോട് നടത്തിയ ഒരു യുദ്ധത്തിലും വിജയിക്കാൻ അല്ലെങ്കിൽ അത്തരം വിജയം നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഈജിപ്തും അല്ലെങ്കിൽ ജോർദാനും ഒക്കെ അവരെ ഇസ്രായേൽ കൈയടക്കിയ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയാതെ ഇസ്രായേലിന് മുമ്പിൽ ഓച്ചാനിച്ച് നിന്നപ്പോൾ ഹിസ്ബുള്ള അവരുടെ ലെബനനിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലിനെ ഓടിപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അത് ഹിസ്ബുള്ളയ്ക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹിസ്ബുള്ള എന്നുള്ള കക്ഷി എന്നുള്ളത് ഇപ്പോഴും ഇവിടെ വടക്കൻ മേഖലയെ കേന്ദ്രീകരിച്ച് വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റുകളിലേക്ക് കൂടി മുന്നേറ്റം നടത്തുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നുള്ളത് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങളാണ്. അഥവാ ഹിസ്ബുള്ളയെ ഉപരോധം കൊണ്ട് മൂടാനുള്ള, ലെബനനെ ഉപരോധം കൊണ്ട് മൂടാനുള്ള ശ്രമങ്ങളാണ്. ഇതിനിടയിൽ ഈ ഒരു ക്രിസ്ത്യൻ മേഖലയിലും അതോടൊപ്പം തന്നെ സുന്നി മേഖലയിലും ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലും ഷിയ ബേസ്ഡ് ആയ ഈ ഹിസ്ബുള്ളയെ വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു. ലെബനനിൽ ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അത്തരത്തിലാണ് ഈ ഒരു ക്രിസ്ത്യൻ മേഖലയിലൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്ന് മാത്രമല്ല, ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് കൂടുതൽ ഇസ്രായേലിന് ദുഷ്കരമായിട്ട് മാറുകയാണ് ചെയ്തത്. സുന്നി ഷിയ ക്രിസ്ത്യൻ എന്നുള്ള സംഘർഷ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നുള്ളത് അമേരിക്കയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ഇവരെ ഇസ്രായേലിനെ പിന്തുണക്കുന്നവരുടെ സഹായത്തോടു കൂടി ഒരു അത്തരം ഒരു ശ്രമമാണ് നടത്തുന്നത്. അഥവാ ലെബനനിലേക്കുള്ള ഉപരോധങ്ങൾക്കുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. അല്ല എങ്കിൽ ഈ ഹിസ്ബുള്ളക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പരാജയപ്പെടുകയും അവർ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി കടന്നു കയറുകയും ചെയ്യുമെന്നുള്ള സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് അത് ഹിസ്ബുള്ളയുടെ അനുഭവ പരിചയസമ്പത്താണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ഉണ്ടായ ഏറ്റവും സുശക്തമായ സായുധമായ സൈനികമായ പോരാട്ട പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ മിലീഷ്യ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്നുള്ളത്. അത് ഇസ്രായേലിന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വർഷങ്ങളോളം ഹസൻ നസ്രുള്ളയുടെ തലക്ക് വിലയിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേൽ നടത്തിയത്. അങ്ങനെ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ ഉണ്ടായ ഏറ്റവും സുശക്തമായ പോരാട്ട പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ അത്തരം പോരാട്ട സംഘങ്ങളോട് ഏത് രീതിയിൽ അവരെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിലപാടിൽ ഇസ്രായേലിന് തെറ്റുപറ്റിയതായി ഒരിക്കൽ കൂടി ബോധ്യമാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെൽ അവീവിൽ ഉണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോധ്യപ്പെടുന്നുള്ളത്. കാരണം ലെബനനിലെ കരയുദ്ധം ഒരു രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ എങ്ങനെ അവിടെ നിന്ന് പിന്മാറണം എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ തിരിച്ച് ടെൽ അവീവിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ വരുന്നു. ഹിസ്ബുള്ളയാണെങ്കിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഉണ്ടായ അവരുടെ എല്ലാ സാമഗ്രികളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് തന്നെ അവർ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. അവർ കൂടുതൽ ടെക്നോളജികൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇത് സിറിയ വഴിയാണെന്നുള്ള സംശയം ഇസ്രായേൽ പ്രകടിപ്പിക്കുന്നു. തുടർന്ന് സിറിയയിലേക്ക് ആക്രമണം നടത്തുന്നു. ഇങ്ങനെ ഇതിനെ വലിച്ചു നീട്ടുകയല്ലാതെ ഇസ്രായേലിന് മുമ്പിൽ ക്രിയാത്മകമായിട്ട് ഈ ബന്ദികളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, എങ്ങനെ ഈ ഒരു ഗസയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം, ഹിസ്ബുള്ളയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാം, ഇത് പരസ്പരം ആക്രമണം നടത്തിക്കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണോ എന്നുള്ള സംശയങ്ങൾ അവിടെ ബാക്കി നിൽക്കുമ്പോൾ ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വലിയ രീതിയിലുള്ള ആഭ്യന്തര കുഴപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ ജനത ഇരട്ട പൗരത്വമുള്ള പല ആളുകളും ഇസ്രായേൽ വിട്ട് അവരുടെ രണ്ടാമത്തെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ശതമാനം ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രാജ്യത്തു നിന്നും റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്നറിയപ്പെടുന്ന ടെൽ അവീവിലും മിസൈലുകൾ പതിക്കുന്നു. അവിടെ മരണങ്ങൾ ഉണ്ടാകുന്നു, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഹിസ്ബുള്ള ഈ യുദ്ധത്തിൽ നേടിയിരിക്കുന്ന ഒരു മേൽക്കോയ്മ എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കൊലപ്പെടുത്തിയപ്പോഴും ഹിസ്ബുള്ള ഇസ്രായേലിന് മേൽ കൃത്യമായിട്ടുള്ള ആധിപത്യം പുലർത്തുന്നതായിട്ട് തന്നെയാണ് ഇതുവരെയുള്ള വിശകലനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്.